എല്ലാവർക്കും നമസ്കാരം. മല്ലു തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു ഡൗട്ടാണ്, ഈ ഭാര്യയും അമ്മായിയമ്മയും ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. ശരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഇത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണോ, അത് അമ്മായിയുടെ പ്രശ്നം കൊണ്ടാണോ, അതിന് മറ്റാരുടെയും പ്രശ്നം കൊണ്ടാണോ ഇവർ തമ്മിൽ എപ്പോഴും ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത്? ചോദിച്ചറിയാം. നമ്മളൊപ്പം ഇന്ന് ചേരുന്നത് രജിസ്റ്റേർഡ് സൈക്കോ തെറാപ്പിസ്റ്റ് ജോസഫ് തോമസ്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും ഇത് രണ്ട് സ്ത്രീകളുടെ പ്രശ്നമല്ല, ഇത് രണ്ട് ബന്ധങ്ങളുടെ കൂടിച്ചേരല. ഒരു വശത്ത് അമ്മ വർഷങ്ങളോളം ആ മകനെ വളർത്തി, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ അമ്മ എന്ന് പറയുന്നത്. മറ്റൊരു വശത്ത് ഒരു ഭാര്യ, അവളോ വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഒരു വ്യക്തിയിലാണ് ഫോക്കസ്, പക്ഷേ അവരുടെ പ്രതീക്ഷകൾ ഡിഫറെൻറ്റാണ്, അതായത് എക്സ്പെക്റ്റേഷൻസ് ഡിഫറെൻറ്റാണ്. അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഒരു ഭാര്യയുടെയും അമ്മയുടെയും തമ്മിലുള്ള പ്രശ്നമല്ല, ഇവരുടെ ഇടയിലുള്ള ഈ പ്രതീക്ഷകളുടെ ഇടയിലുള്ള സംഘർഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഉദാഹരണത്തോടെ പറയാം. ഒരു മകൻ അവൻ്റെ വിവാഹത്തിന് മുമ്പ് അവൻ്റെ എല്ലാ തീരുമാനങ്ങളും ചിലപ്പോൾ അമ്മയോട് ചോദിച്ചിട്ടാവാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിനകത്ത് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എവിടെ പോകണം, എന്ത് ചെയ്യണം, അങ്ങനെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അമ്മയ്ക്കൊരു റോളുണ്ടായിരുന്നു. ചിലപ്പോൾ ഫുൾ റോളില്ലെങ്കിലും ഒരു നല്ലൊരു ശതമാനം റോളുണ്ടായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം അവൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചിലപ്പോൾ അവൻ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ പോലും അമ്മയ്ക്ക് തോന്നും അമ്മയ്ക്ക് പണ്ട് കിട്ടിയ ആ ഒരു പ്രാധാന്യം ഇപ്പോൾ കിട്ടുന്നില്ല. അവൻ്റെ തീരുമാനങ്ങൾ അവൻ്റെ ഭാര്യയോട് ചിന്തിച്ചാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ചിന്ത അവിടെ രൂപപ്പെടാം. ചില അമ്മമാർക്ക് അത് നഷ്ടബോധമായിട്ട് തോന്നാം. എൻ്റെ മകൻ മാറിപ്പോയി, ഇനി അവന് എന്നെ വേണ്ട. ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് പലപ്പോഴും ദേഷ്യമായിട്ട് പുറത്തു വരും. അപ്പോൾ എൻ്റെ മകനെ എന്തു ചെയ്തു, എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ഒരു പുതിയ ഒരു സ്ത്രീ, ആ സ്ത്രീയോട് ഉണ്ടാകുന്ന ഒരു ദേഷ്യം, മകനിൽ നിന്നും ഈ സ്ത്രീയിൽ എന്തുണ്ടാക്കണം, ഒരു അകലമുണ്ടാക്കണമെന്ന് ഇവർ കോൺഷ്യസ്ലി അല്ലാതെ പോലും ചിന്തിച്ചു തുടങ്ങും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു കോൺഫ്ലിക്റ്റിൽ. ഇപ്പം ഒരാളുടെ വിവാഹം കഴിഞ്ഞു, അപ്പം ഒരു പെൺകുട്ടി പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവൾ ആദ്യമായിട്ടാണ് വീടും പരിസരമൊക്കെ കാണുന്നത്. അവളുടെ കാഴ്ചപ്പാടിൽ നിന്നും ഈ ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ നോക്കി കാണാൻ പറ്റും? ഭാര്യയുടെ ഭാഗത്തും ഒരു യാഥാർത്ഥ്യബോധമുണ്ട്. അവൾ വിവാഹം കഴിച്ചത് ഭർത്താവിനെയാണ്, പക്ഷേ ചിലപ്പോൾ അവൾക്ക് തോന്നാം വിവാഹം കഴിച്ചത് മുഴുവൻ കുടുംബത്തെയാണ്. ഈ കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം അവളുടെ തലയിലേക്ക് വന്നു എന്നുള്ളൊരു ഒരു ഫീല് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഓരോ തീരുമാനത്തിലും അഭിപ്രായം, ഓരോ കാര്യത്തിലും താരതമ്യം, എന്ത് ചെയ്താലും അഭിപ്രായം പറയാൻ ആളുകളുണ്ട്, എന്ത് ചെയ്താലും താരതമ്യം ചെയ്യാൻ ആളുകളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ല, ഞങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു, നീ വന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വേണ്ടുന്നത് ബഹുമാനമാണ്. അവിടെ ഒരു മത്സരമല്ല. അപ്പം മത്സരിക്കാൻ തുടങ്ങുമ്പോൾ പരാജയങ്ങൾ വന്നു തുടങ്ങും ജീവിതത്തിൽ. അത് ബന്ധങ്ങളിൽ ആ പരാജയങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഭാര്യയുടെയും അമ്മായിയുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് പുരുഷനാണ്. അപ്പോൾ അതിൽ അവൻ ചെയ്യുന്ന തെറ്റെന്താണ്? പുരുഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഈ നിഷ്പക്ഷൻ ആകാൻ ശ്രമിക്കുന്നതാണ്. അവൻ കരുതും ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും, ഏറ്റവും നല്ലത് മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ വഷളാവും. കാരണം അമ്മയ്ക്ക് തോന്നും എൻ്റെ മകൻ എന്നെ പിന്തുണയ്ക്കുന്നില്ല, കാരണം ഇത്രയും നാളും വളർത്തിയെടുത്തുകൊണ്ട് വന്ന മകനാണ്. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ കൂടെ എൻ്റെ മകനില്ല എന്നുള്ളൊരു ചിന്ത അമ്മയ്ക്ക് വരാം. ഒരു ഭാര്യയ്ക്ക് തോന്നും എൻ്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കുന്നില്ല, ഞാനൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നു, എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എൻ്റെ ഭർത്താവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അവസാനം ഇവർ രണ്ടുപേരും വേദനിക്കും. കാരണം ഈ പുരുഷൻ നിശബ്ദനായിരിക്കുന്നത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും വേദനിക്കുന്നത്. ചിലപ്പോൾ ഈ മൗനം എന്ന് പറയുന്നത് സമാധാനം സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, അത് കൂടുതൽ വേദനകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ പുരുഷന്മാർ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൽ മിണ്ടാതെ ഇരിക്കുന്നത് ഒരു പരിഹാര മാർഗമല്ല. പുരുഷന്മാർ നിശബ്ദത പാലിക്കുന്നതാണ് ബേസിക് റീസൺ എന്ന് പറഞ്ഞു. അപ്പോൾ അവരിപ്പോൾ എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു പുരുഷനെ സംബന്ധിച്ചോളം അവൻ്റെ റോളെന്ന് പറയുന്നത് ഒരു സൈഡ് പിടിക്കുകയല്ല, ഒരു വശം പിടിക്കുകയല്ല. ഉദാഹരണത്തിന് അമ്മയുടെ സൈഡ് നിൽക്കുകയോ അല്ലെങ്കിൽ ഭാര്യയുടെ സൈഡ് നിൽക്കുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്.
ഭർത്താവിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, അതിർവരമ്പുകളെ സൃഷ്ടിക്കുക. അമ്മയോട് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, പക്ഷേ ഇത് ഞങ്ങളുടെ തീരുമാനമാണ് എന്ന് പറയാനുള്ള ധൈര്യം വേണം. അമ്മയുടെ കുറ്റം പറയാൻ ഭാര്യയെയും ഭാര്യയുടെ കുറ്റം പറയാൻ അമ്മയെയും അനുവദിക്കാതിരിക്കുക എന്ന് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷെ അതിനെ എൻകറേജ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഈ അമ്മായിമ്മമാർക്ക് എന്തൊരു മെസ്സേജാണ് ചേട്ടന് പറയാനുള്ളത്? എല്ലാ അമ്മമാരും മക്കളെ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തുന്നത്. അപ്പം ശരിക്കും ഒരു മാതാപിതാക്കളുടെ റോളെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു പിതാവാണ്, എനിക്ക് മക്കളുണ്ട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിതാവ് എന്ന സ്ഥാനത്ത് നിന്ന് ഇവരെ വളർത്തുക എന്നുള്ളതാണ്. ഒരു സമയമാകുമ്പോൾ അവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എനിക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കീഴിൽ നിർത്താൻ സാധിക്കത്തില്ല. മകൻ്റെ ഭാര്യയെ അകത്തി നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇൻഡയറക്റ്റായിട്ടും നിങ്ങളുടെ മകനും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണമായി മാറും. അപ്പോൾ മകൻ നിങ്ങളോട് കൂടുതൽ അടുക്കാനിടയാകുന്നത് മകൻ്റെ ഭാര്യയെ നിങ്ങൾ കൂടുതൽ അടുപ്പിച്ച് നിങ്ങളുടെ കൂടെ നിർത്തുമ്പോഴാണ് മകൻ്റെ സ്നേഹവും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മകനെയും കിട്ടും, ഒരു മകളെയും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും. എല്ലാവരെയും ചേർത്ത് നിർത്തുക, ബന്ധങ്ങൾ നമുക്ക് മനോഹരമാക്കി മാറ്റാൻ സാധിക്കും. ഇനി ഭാര്യമാരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഒരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടി ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ പ്രതീക്ഷകളുമായിട്ടൊക്കെ പോകുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മ, ആ അമ്മ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗമായിരുന്നു. ആ അമ്മ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗമായിരുന്നു. നിങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടുന്ന പല ഗുണങ്ങളും ആ അമ്മയുടെ വർഷങ്ങളോളമുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിരിക്കാം. അതുകൊണ്ട് തന്നെ ബഹുമാനം അവർക്ക് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ചിലപ്പോൾ ആ അമ്മ പെരുമാറണമെന്ന് നിർബന്ധമില്ല. ആ അമ്മയെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ആ അമ്മയെ അംഗീകരിച്ച് തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിന് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. അല്ല എങ്കിൽ ഒരു വലിയ പുഷ് ആൻഡ് പുള്ളായിരിക്കും. നമുക്ക് അമ്മയെ മാറ്റാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനെ മാറ്റാൻ ശ്രമിക്കണം, നമ്മളുടെ ജോലി കൂടി വരും, നമുക്ക് വലിയ ഭാരം കൂടി വരും. അതുകൊണ്ട് ഇവരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ അവസ്ഥയിലായിരിക്കാനുള്ള ഒരു അനുവാദം കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കുവാൻ സാധിക്കും. ഭാര്യയും അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നം പലപ്പോഴും രണ്ട് സ്ത്രീകളുടെ പ്രശ്നമല്ല, രണ്ട് ട്രഡീഷൻസിൻ്റെ പ്രശ്നമാണ്. രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന സാഹചര്യത്തിൽ രണ്ട് പേരും വന്നിരിക്കുന്നത് രണ്ട് കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ വളർന്ന രീതികൾ രണ്ടാണ്. അപ്പം അവരുടെ പ്രതീക്ഷകൾ രണ്ടാണ്, അവരുടെ ചിന്തകൾ വ്യത്യാസമാണ്. അപ്പം ഇത് രണ്ടുപേരും അംഗീകരിച്ച് തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മുമ്പോട്ട് പോകുമ്പോൾ ഒരു നല്ല ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും.